താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ വീട്ടിലെ കാഴ്ചകൾ ആരുടെയും കണ്ണു നനയ്ക്കും. ഷഹബാസിനെക്കുറിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം പറയാനുള്ളത് നല്ല കാര്യങ്ങൾ മാത്രം. ഒരു നാടിന്റെയാകെ വേദനയാവുകയാണ് ഷഹബാസ്. നല്ലൊരു മോന, പിന്നെ നിഷ്കളങ്കനായൊരു മോന്. പഠിപ്പിലാണെങ്കിലും വേണ്ടാത്തൊരു ചീത്ത സ്വഭാവങ്ങളും ഇല്ലാത്തൊരു കുട്ടിയാണ്. ഒരു ഒന്നുമില്ല, ലഹരിയോ അല്ലെങ്കിൽ കൂട്ടുകെട്ടോ, വേണ്ടാത്തൊരു കൂട്ടുകെട്ടോ ഒന്നുമില്ല. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു നല്ല കുട്ടികളാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഷഹബാസ്. പഠനത്തിൽ മിടുക്കൻ, നന്നായി ഫുട്ബോൾ കളിക്കും. ഷഹബാസിനെ കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടാതെ വിതുമ്പുകയാണ് കൂട്ടുകാർ. തല പെരുക്കുന്ന ഒന്ന് കെടുക്കട്ടെ വെച്ച് മുഖം കഴിക്കും. ആ തിണ്ണമ്മ കിടന്ന് കുറേ വിളിച്ചു നോക്കി, ഒന്നും പറയുന്നൊന്നുമില്ല. അവനെ കൂടെ ഉള്ളവനെ ചോദിച്ചപ്പോൾ തല്ല് കിട്ടി അവനെ തമാശ രീതിയിലാണ് പറഞ്ഞത്. അവനെ വിളിച്ചിട്ട് അവനെ എണീക്കുന്നുമില്ല. അപ്പോൾ വെള്ളമാണോ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നത്തിലാണ് ഷഹബാസ് പോയതെന്ന് വിശ്വസിക്കാൻ ആർക്കും പറ്റുന്നില്ല. 2.5 കൊല്ലമായിട്ട് ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ ഒക്കെ ബേക്ക് തന്നെ, എൻ്റെ പേര് തന്നെയാണ് അധികം ഉണ്ടാവല്. ഞാൻ മുമ്പ് കേട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ പേര് ഉണ്ടാവേണ്ടതിന് എപ്പോഴും കളിക്കാൻ പോവുകയാണെങ്കിലൊക്കെ ഞങ്ങളെ പേരോ പോയിട്ട് ഞങ്ങളാരും കേട്ടിട്ട് തന്നെയല്ല ഇങ്ങനെ തല്ലിനൊക്കെ പോകേണ്ടത്. ആരുടെയും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിൽ. ഷഹബാസിന് 3 അനുജന്മാർ കൂടിയുണ്ട്. അച്ഛനും അമ്മയും 4 മക്കളും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കൂലിപ്പണിക്കാരനായ ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ മുന്നോട്ടുള്ള വെളിച്ചമാണ് കെട്ടുപോയത്. എന്നെ വിളിച്ചിനു, അപ്പോൾ ഞാൻ പറഞ്ഞ് തല്ലിന് പോണ്ടെന്നൊക്കെ പറഞ്ഞു. ആത്തിനേല് തല്ല് ഉണ്ടാവില്ലേയും. 2 ആളും എൻ്റെ ചങ്ങായിമാരാണ്, അടുത്തടുത്ത ചങ്ങായിമാരാ. ഷഹബാസിന്റെ മൃതദേഹം തറവാട്ട് വീട്ടിലും കെടവൂർ മദ്രസയിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരത്തോടെ കെടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നമാണ് ഈ വീട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഈ വീട് പണിതീരാതെ ഇട്ടിരിക്കുന്നത്. പഠിച്ച് ജോലി വാങ്ങി അച്ഛന് താങ്ങാവുക എന്നതായിരുന്നു അവന്റെ വലിയ ആഗ്രഹം. ആ സ്വപ്നവും ബാക്കിയാക്കി ഈ വീട്ടിൽ കയറാതെയാണ് ഷഹബാസിന്റെ മടക്കം. ക്യാമറമാൻ സഞ്ജു പൊറ്റമ്പലിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.